വെൽക്കം ടു യുവർ ചാനൽ സുനിതാസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പുഴുങ്ങിയ മുട്ട വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ 4 മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ 2 കഷ്ണം വെളുത്തുള്ളി, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, അതുപോലെ തന്നെ ഒരു കറുവാപ്പട്ടയുടെ കഷ്ണം, ഒരു ഏലക്ക, 3-4 കഷ്ണം ഗ്രാമ്പു, അത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. മിക്സിയിൽ വെള്ളം ചേർക്കാണ്ട് ചതച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്കതിനി ഒരു ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ച് അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയായിരിക്കും നല്ലത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് 2 മീഡിയം സൈസ് സവോള ഇട്ട് നന്നായിട്ട് വഴറ്റുക. അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഇത് നന്നായിട്ട് വഴറ്റുക. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മിക്സിയിൽ ചതച്ച് വെച്ചിരിക്കുന്ന ഈ കൂട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ച മണം നന്നായിട്ട് മാറി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമുക്കിനിയും ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അപ്പോൾ നമ്മുടെ പുഴുങ്ങിയ മുട്ട വെച്ചിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ മുട്ട കറി വെച്ച് കഴിക്കും, അതുപോലെ തന്നെ റോസ്റ്റ് ചെയ്ത് കഴിക്കും. ഈ ഒരു രീതിയിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. വേറൊരു വീഡിയോയുമായി വരാം. ബൈ ബൈ.